അങ്ങനെ നമ്മൾ കൊടൈക്കനാലിൽ തിരിക്കണ വീഡിയോ ആട്ടെന്ന് ഇത് നമ്മളെ പാട്ട് 7 ആണ്. അപ്പോൾ ഹെയർ പിൻ ഇറങ്ങുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം നല്ല ഷോക്കായിരുന്നു നമ്മൾ ഹെയർ പിൻ ഇറങ്ങൽ. ഒരുപാട് സ്ഥലത്ത് നമ്മൾ വോമിറ്റ് ചെയ്യാൻ തന്നെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് ഇറങ്ങി അടിപൊളി സ്ഥലത്ത് കൂടെ ആയിട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഫുള്ള് നല്ല ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. അവിടുന്ന് നമ്മൾ പിന്നെ പളനി ആ ഒരു ഭാഗം എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നല്ല ഭാഗങ്ങളായിരുന്നു, നല്ല അടിപൊളി റോഡുകളൊക്കെ ആയിരുന്നു. പിന്നെ പോകുന്നിടത്ത് ഇതുപോലെ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മളെ കൈ പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കടിച്ചിട്ടുണ്ടെങ്കിൽ കൈ നമ്മളിങ്ങനെ ബാക്കിൽ കടിക്കണ പോലെ കാറ്റൊക്കെ വന്നിട്ട് നല്ല എന്താ പറയുക, നല്ല സ്പീഡിൽ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ കേട്ടോ അടിപൊളിയായിരുന്നു അത്. പിന്നെ നമ്മളവിടെ കുറച്ച് എത്തിയപ്പോൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് നമുക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാൻ. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ മാങ്ങ കട്ട് ചെയ്ത് തരുന്നതാണ്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 3-4 മാങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കത് പാക്ക് ചെയ്ത് തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇതുപോലുള്ള കാറ്റാടികളൊക്കെ അടിപൊളി കണ്ട് ഞങ്ങൾ അസ്നാടെ കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാതിരി കാറ്റടിക്കണേ ഈ കാറ്റാടി കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതുപോലത്തെ പൊട്ടത്തരം പറയുന്ന കുട്ടികൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെ എൻ്റെ 3 മക്കൾ ഇതാ നല്ല ഉറക്കത്തിലാട്ടോ. എന്തായാലും പാലക്കാട് എത്തുന്നവർ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ച്. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയപ്പോൾ നല്ലൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല വനിതാ ഹോട്ടലായിരുന്നു കേട്ടോ. അയ്യോ, നമ്മളെ നാട്ടിലത്തെ ചോറ് കഴിച്ചപ്പോൾ ഉണ്ടെന്നോ ഭയങ്കര ഒരു സുഖമായിരുന്നു. എന്തോ വീട്ടിൽ നിന്ന് മാറിക്കുമ്പോഴാണ് ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ അറിയാം. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ച് വേറെ സ്ഥലം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ